എന്റെ അമ്മോ, നാറ്റ കേസായി, നല്ല നാറ്റ കേസായി. ബിഗ് ബോസ് ഹൗസിൽ എയർ പൊല്യൂഷന് വേണ്ടി ഒരു പരാതി പോവുകയാണ്. ഇത് എങ്ങനെ ലാലേട്ടന്റെ അടുത്ത് അവതരിപ്പിക്കും? വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ എയർ പൊല്യൂഷൻ എന്താണ്? എയർ പൊല്യൂഷൻ എന്ന് ഞാൻ പറയുന്നില്ല. ജിൻഡോയുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ ഒരു ഗ്യാസ് പോവുകയുണ്ടായി. അതിന് ഫലമായി നല്ലൊരു ചർച്ച അവിടെ ഉണ്ടായത്. മിക്കവാറും ലാലേട്ടന്റെ കയ്യിലും അടുത്ത കോടതി റൂമിലും എത്തും, പവർ റൂമിന്റെ കയ്യിലും എത്തും. പവർ റൂം എല്ലാവരും ഉണ്ടായിരുന്നപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അത് നോറ നല്ല എയർ പൊല്യൂഷൻ ആണ്, ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നാച്ചുറൽ കാര്യമല്ലേ, നോറയ്ക്ക് അത് ക്ഷമിക്കാമായിരുന്നു. ബട്ട് ജിൻഡോയെ ഏറി കയറ്റാനുള്ള എല്ലാ ചാൻസും കാണുന്നു. ഇതൊക്കെ ഞാൻ ലൈവിൽ കാണുമ്പോൾ ചിരിച്ചിരിച്ചിരിക്കും വയ്യാണ്ടായി. അത്ര അധികം ഒരു കിടിലം സംഭവമായിരുന്നു നടന്നത്. സോ ഇതൊക്കെ ഈ ഇങ്ങനെയുള്ള മനുഷ്യ സഹജമായ കാര്യങ്ങളെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതുപോലും ഗെയിം ആക്കുന്ന ഒരു നോറയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗെയിം ആക്കുകയാണത്. അതായത് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് എനിക്ക് റിനോഷിനെയാണ് ഓർമ്മ വന്നത്. കഴിഞ്ഞ സീസണിലെ മാരാറിന്റെ സീസണിലൊക്കെ ഉണ്ടായിരുന്ന റിനോഷിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. സോ നല്ല ഇപ്പൊ ചിരിക്കാനുള്ള നല്ല വക ഉണ്ടായിരുന്നു അതിനകത്ത്. അതുപോലെയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് കൊണ്ട് തന്നെ ജിൻഡോക്കെതിരെ നോറ നാളെ കോടതിയിൽ പോകാൻ പോവുകയാണ്. എന്തിനാണ്? എയർ പൊല്യൂഷൻ, ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു. സോ അതൊക്കെ എങ്ങനെ അവസാനിക്കുമെന്ന് കണ്ടറിയാം. ഉറപ്പായിട്ടും ഇത് നല്ല ഫണ്ണായിരുന്നു. ജിൻഡോക്ക് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു, ഇതുപോലെ എന്തൊക്കെ കളികളാണ് ബിഗ് ബോസ് കാണാൻ കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ഫണ്ണാണ്. അത് ഫണ്ണ് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ജിൻഡോ എന്തായാലും നാച്ചുറൽ ആയിട്ട് ചെയ്തു പോയതാണ്, അതല്ലാതെ മനഃപൂർവ്വമായിട്ട് ചെയ്താണെന്ന് എന്തായാലും അത് ഇങ്ങനെയൊക്കെയുള്ളത് മനസ്സഹജമാണല്ലോ. പക്ഷെ നോറ അതിനെ ഗെയിമായിട്ട് എടുത്തിരിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ എല്ലാം ഫണ്ണായിട്ടാണ് കണ്ടത്. പക്ഷെ അതിനി എങ്ങനെ മാറുമെന്ന് കണ്ടറിയാം. നാളെ ഇനി അത് വലിയ പ്രശ്നമായി പോകുമോ, അതോ ഇനി അത് നോറ പറയും പോലെ തന്നെ മനഃപൂർവ്വമായിരുന്നോ എന്നൊക്കെ ഉള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. എന്തായാലും ഇത് നല്ലൊരു ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ സാധനം നന്നായി കാര്യങ്ങൾ പോവുകയാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ചിരിച്ചുകൊണ്ട് തന്നെ ഈ ഫൺ അവസാനിക്കട്ടെ എന്ന് വിചാരിക്കാം.